പ്രണയമന്താരം. രചന, അവതരണം മിത്രവിന്ദ. എൻ്റെ പെണ്ണെ, എത്ര ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് നീ ഇങ്ങനെ എന്നോട് ചേർന്ന് കിടക്കണമെന്നുള്ളത്. പക്ഷേ അതിന് ഇങ്ങനൊരു ചെറിയ നാടകം കളിക്കേണ്ടി വന്നു. പത്മയെങ്കിൽ പത്മ. ആ, അങ്ങനാണെങ്കിലും കാര്യം നടന്നല്ലോ, അത് മതി. അവൻ തൻ്റെ വലത് കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. 4 മണിയായപ്പോൾ കണ്ണൻ്റെ അലാറം ശബ്ദിച്ചു. റബ്ബർ വെട്ടാൻ പോകേണ്ടത്. അവൻ പതിയെ എഴുന്നേക്കാൻ നോക്കി. കല്ലുവിൻ്റെ ഒരു കാലും കൈയും അവൻ്റെ ദേഹത്താണ്. തൻ്റെ നെഞ്ചു പറ്റിക്കിടന്നുറങ്ങുന്നവളെ കണ്ണൻ നോക്കി. എന്ത് ഭംഗിയടി കാന്താരി നിന്നെ കാണാൻ. വെണ്ണയുടെ നിറമോ അരക്കെട്ടോളം മുടിയോ തുടുത്ത കവിളുകളോ ഒന്നുമില്ല കല്ലുവിന്. പക്ഷെ ഓരോ നിമിഷം കഴിയുന്തോറും ഇവളിലേക്ക് തന്നെ ആകർഷിക്കുന്ന എന്തോ ഒരു ശക്തി വന്നു മൂടുന്നുണ്ട്. അവൻ ഓർത്തു, ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ. ഇപ്പം എഴുന്നേറ്റാ 10 മണിയാവുമ്പോൾ തിരിച്ചു വന്നിട്ട് വണ്ടി ഓടിക്കാൻ പോണം. അവൻ കല്ലുവിൻ്റെ മൂർത്താവിൽ ചുംബിച്ചു. എന്നിട്ട് കിടക്ക വിട്ട് എഴുന്നേറ്റു. അന്നും ശ്രീകുട്ടി പഠിക്കാൻ ഉണർന്നിരുന്നു. കണ്ണൻ പല്ല് തേച്ച് വന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയി. ഒരു കട്ടനെടുക്കാൻ പറയാമെന്നാണ് ആദ്യം കരുതിയത്. അപ്പോഴാണ് കല്ലു കണ്ണൻ തിരുമ്മി വരുന്നത്. നീ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ കല്ലു? ഏട്ടന് കാപ്പി വെച്ച് തരാം. അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. എന്താ? അത് പിന്നെ ഞാൻ കുളിച്ചില്ല. നീ പോയി കിടന്നോ, ഞാൻ ശ്രീകുട്ടിയോട് പറയാം. ഏട്ടാ, ഒരു 2 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് കുളിക്കാം. വേണ്ട വേണ്ട, ഈ തണുപ്പത്ത് കുളിച്ചിട്ട് എന്തെങ്കിലും വയ്യാഴിക വന്നാലോ? അതൊന്നും സാരമില്ല ഏട്ടാ. അവൾ വേഗം റൂമിലേക്ക് തിരികെ പോയി. പക്ഷെ കണ്ണൻ ചെന്ന് അവളെ വഴക്കു പറഞ്ഞു. നീ എന്നും കുളിക്കുന്ന സമയത്ത് കുളിച്ചാൽ മതി, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് അവൻ ഷർട്ട് മാറി പുറത്തേക്ക് പോയി. വാതിക്ക് ചെന്നിട്ട് കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കല്ലു ആലോചനയോടെ ജനാലയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുവാണ്. കല്ലു, നീ പേടിക്കൊന്നും വേണ്ട. പത്മ ഈ സമയത്തൊന്നും വരില്ല. ഏറിയാലൊരു 2 മണി. അപ്പോഴേക്കും അവൾ തിരിച്ചു പോകും. കല്ലു അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. ആ പിന്നെ, നീ ഇക്കാര്യം ശ്രീകുട്ടിയോടൊന്നും പറയല്ലേ. അവൾക്ക് നേരത്തെ ഒരു പ്രാവശ്യം പേടിച്ച് 2 ആഴ്ച പനിയായിരുന്നു. അതിപ്പിന്നെ ഞങ്ങൾ ആരും അവളോട് ഇതേപ്പറ്റി ഒന്നും പറയാറില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കല്ലുവാണെങ്കിൽ അതെല്ലാം കിട്ട് വെറുതെ തലകുലുക്കി. പക്ഷേ അവൾക്ക് ചെറിയ പേടി തോന്നാതിരുന്നുമില്ല. കണ്ണൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 11 മണി കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ കല്ലു മുറിയെല്ലാം അടിച്ചു വാരുകയാണ്. അമ്മയുടെ പുല്ലരിയാൻ പോയി. ഏട്ടന് കാപ്പി എടുക്കട്ടെ? ആ. അവൾ പോയി കണ്ണിന് കഴിക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ ആൾ ഉറങ്ങുന്നതാണ് കണ്ണൻ കണ്ടത്. പിന്നീട് അവൻ അച്ഛനെ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോന്നു. നീ കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കല്ലുവിനോട് പറഞ്ഞു. വേണ്ടേട്ടാ, ഏട്ടൻ കഴിച്ചോ, എനിക്ക് ഇത്തിരി ജോലി കൂടി തീർക്കാനുണ്ട്. പിന്നീട് കണ്ണൻ അവളെ നിർബന്ധിച്ചതുമില്ല. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഓട്ടം പോവാനായി റെഡിയായി. കല്ലു മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവൻ ഫോണെടുത്ത് പോക്കറ്റിലിടുവാണ്. എന്താ കണ്ണേട്ടാ? ഞാനൊരു 3 മണിയാകുമ്പോൾ വരും. അപ്പോഴേക്കും നീ റെഡിയായി നിൽക്കണം. ബാപ്പൂട്ടിയുടെ വീട്ടിൽ ഇന്ന് നമ്മളെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അവൾ വെറുതെ തലയാട്ടി കാണിച്ചുകൊണ്ട് നിന്നു. നിനക്കെന്താ മുഖത്തൊരു വിഷമം പോലെ? അമ്മ എന്തെങ്കിലും പറഞ്ഞു നിന്നോട്? ഇല്ലേട്ടാ, അമ്മയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ? ഒന്നുമില്ല, ഏട്ടന് വെറുതെ തോന്നുന്നതാകും. അവനൊന്ന് കനത്തിൽ മൂളി. പെട്ടെന്ന് കണ്ണൻ അവളെ തൻ്റെ ഇടംകൈ കൊണ്ട് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഇടുപ്പിൽ അവൻ്റെ കൈ പതിഞ്ഞതും കല്ലു ഞെട്ടി അവനെ നോക്കി. കണ്ണൻ്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു കുസൃതി തിളക്കം. അവൻ്റെ ശ്വാസം കവളിത്തട്ടിയതും കല്ലു അവൻ്റെ പിടുത്തം പതിയെ വിടുവിക്കാൻ ശ്രമിച്ചു. ദേ, അടങ്ങി നിന്നോണം, ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല കേട്ടോ. അവൻ്റെ ശബ്ദം അവളോട് കാതിൽ ആർദ്രമായി കേട്ടു. വേദനിക്കുന്ന കണ്ണേട്ടാ, വിട്. കല്ലു പതിയെ പറഞ്ഞതും കണ്ണൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈവിടുവിച്ചു. എന്നിട്ട് 2 കൈകൾ കൊണ്ടും അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പിളിലാക്കി. കല്ലുവിൻ്റെ മിഴികൾ താഴ്ന്നു പോയി. അവളുടെ ശ്വാസഗതി വേഗത്തിലാകുന്നതും നെഞ്ചിടി പേറുന്നതും വിയർപ്പ് കണങ്ങൾ അവളുടെ മേൽച്ചുണ്ടിന് മുകളിൽ സ്ഥാനം പിടിക്കുന്നതും അവൻ അറിയുന്നുണ്ട്. നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഒന്ന് തൊടാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ പറ്റുന്നില്ല കല്ലു എനിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. 1 അല്ല 2 അല്ല.
അവൻ മാറി മാറി കവിളിലും ഉമ്മ വെച്ചപ്പോൾ കല്ലു ആകെ തളർന്നു പോയിരുന്നു. അവൾ ഒരു വേള കണ്ണനെയും പുണർന്നു. കണ്ണൻ നോക്കിയപ്പോൾ കല്ലുവിൻ്റെ തരളിതമായ മിഴികൾ നിറഞ്ഞു വരുന്നു. എന്താടാ, എന്താ? അവൻ ചോദിച്ചു. അവൾ കണ്ണൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ വിരലുകൾ കൊണ്ടുവന്ന് വലിച്ചു. അവനിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പോൾ താൻ വിചാരിക്കുന്നത്ര കുഴപ്പക്കാരിയല്ല തൻ്റെ കാന്താരി. അവൻ പിറുപിറുത്തു. അതേ, ഇപ്പം ഞാൻ പോവാ, നേരം വൈകി. ബാക്കിയൊക്കെ വൈകുന്നേരം. അവളുടെ കാതിൽ മന്ത്രിച്ചിട്ട് അവൾക്കൊരു ഉമ്മയും കൂടി കൊടുത്ത് കണ്ണൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് പോയി. കല്ലു അപ്പോഴും സ്വപ്നലോകത്താണ്. കണ്ണൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളിലെ ഗന്ധം ആവോളം അവൻ്റെ നാസികയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് വണ്ടി ഓടിച്ച് പോവാണ് കണ്ണൻ. ആക്രാന്തം ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നുന്നു. ഏയ് ഇല്ല, ഇതൊക്കെ എന്ത്? ഒരു ഉമ്മ കൊടുത്തു, അതും കവിളിൽ. അതിത്രമാത്രം തെറ്റാണോ? അവൻ പല വിചാരങ്ങളിൽ കൂടി വണ്ടി ഓടിച്ചു. ഈ സമയത്ത് കല്ലു ഓർത്തതും അവനെക്കുറിച്ചായിരുന്നു. പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിലെന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം. ഇതെന്താണോ എൻ്റെ കൃഷ്ണ, ഇപ്പോഴല്ലേ പോയത്? എന്നാലും താൻ വെറുതെ കെട്ടിപ്പിടിക്കേണ്ടിയിരുന്നില്ല. എന്തു വിചാരിച്ച് കാണും? കല്ലു, അമ്മയുടെ വിളിച്ചു കേട്ടതും കല്ലു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? കണ്ണൻ വന്നില്ലേ? ഉവ്, വന്നിട്ട് ഓട്ടം പോയി. അമ്മയ്ക്ക് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? വേണ്ട. അവർ അടുക്കളയിലേക്ക് പോയി. ജീരകവെള്ളം എടുത്ത് കുടിച്ചിട്ട് അവർ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിച്ചാരി. എന്തൊക്കെയോ അച്ഛനോട് അടക്കം പറയുന്ന കേൾക്കാം. കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞവൾ വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി കയറി അവൾ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചു. ചക്കക്കുരു മാങ്ങ കറിവയ്ക്കാനാണ്. അച്ചിങ്ങ മെഴുക്കുവരട്ടിയും ഉണക്ക നങ്കു വറുത്തതുമാണ് അന്ന് കൂട്ടാൻ. അവൾ തേങ്ങയെല്ലാം അരച്ചു വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ അമ്മ അച്ഛൻ്റെ മുറിയിലാണ്. കല്ലു ആ സമയത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. തൊഴുത്തിൽ നിന്നും പൈക്കളെയൊക്കെ മാറ്റി അമ്മ പാടത്തേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. നല്ല പച്ച പുല്ല് സമൃദ്ധമായി കിളിർത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊക്കെ ഇഷ്ടം പോലെ തിന്നാം. കല്ലു തൊഴുത്തിൽ നിന്നും ചാണകമൊക്കെ മാറ്റി കൂട് അടിച്ചുവാരി കഴുകിയിട്ടു. എന്നിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈയും കാലും കഴുകി. ഫോൺ ശബ്ദിക്കുന്നത് അവൾ അപ്പോഴാണ് കേട്ടത്. അച്ചമ്മയായിരുന്നു. അവൾ അച്ചമ്മയോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അല്പം കഴിഞ്ഞ് അവൾ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ കല്ലുവിനോട് ആവശ്യപ്പെട്ടു. അവൾക്ക് ചെറിയ ഭയം തോന്നി. എന്നാലും അവൾ ഫോൺ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. ശോഭ വലിയ താല്പര്യമില്ലെങ്കിലും അവരോടൊക്കെ സംസാരിച്ചു. ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും കല്ലുവിൻ്റെ ഹൃദയം തുടിച്ചു. അവൾ ഉമ്മറത്തേക്ക് എത്തി നോക്കി. ഏട്ടൻ ഇത്ര വേഗം തിരിച്ചു വന്നു. ശോഭ ഫോൺ തിരികെ കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്താടാ, നേരത്തെ കഴിഞ്ഞോ? ആ, യൂണിയൻകാർ തമ്മിൽ ചെറിയ അടിപിടി. എന്നിട്ടോ? അതുകൊണ്ടിന്ന് കല്ല് പൊട്ടിച്ചില്ല. ഞാൻ പിന്നെ തിരിച്ചു പോന്നു. അവൻ കല്ലുവിൻ്റെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു. കുറച്ച് വരാനാണ്. തോമാച്ചേട്ടൻ വീശാൻ പോയിട്ട് വന്നപ്പോൾ തന്നതാ. ശോഭൻ സൂക്ഷിച്ചു നോക്കുന്ന കണ്ട് അവൻ പറഞ്ഞു. കല്ലു അത് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചു. അമ്മേ, കുറച്ച് ചോറെടുക്ക്. അവൻ ഷർട്ട് മാറാനായി മുറിയിലേക്ക് പോയി. കറി എന്താ അമ്മേ? ചക്കക്കുരു മാങ്ങി ഉണക്കമീൻ വറുത്തതും. അവർ വിളിച്ചു പറഞ്ഞു. ഇത്തിരി വറ്റൽമുളക് കൂടി പൊട്ടിക്കമ്മേ. അവർ അടുക്കളയിലേക്ക് പോയി. ചക്കക്കുരു മാങ്ങയുള്ളപ്പോൾ മുളക് ചുട്ട് ഞെരടിയത് അവന് നിർബന്ധമാണ്. അതവർക്കറിയാം. അടുപ്പത്ത് കിടന്ന തീയുടെ കനലിൽ അവർ 5-6 മുളകെടുത്തിട്ടു. അതെല്ലാം ചുട്ടെടുത്ത് വെച്ച ശേഷം അവർ ഉള്ളി പൊളിച്ചു. അടച്ചോറ്റിയിൽ മുളകും ഉള്ളിയും എടുത്തു വെച്ച് അല്പം ഉപ്പുനീരും വാളംപുളിയും കൂട്ടി ശോഭ നന്നായി ഞെരടിയെടുക്കുകയാണ്. കല്ലൂനാണെങ്കിൽ വായിൽ വെള്ളം ഊറി. കണ്ണും കയറി വന്നപ്പോൾ അമ്മ അതെല്ലാം എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് യോജിപ്പിക്കുകയാണ്. അവനെ കണ്ടതും കല്ലു അല്പം മാറി നിന്നു. ശോഭ മകന് ചോറും കറികളും എടുത്തു കൊടുത്തു. അമ്മ കഴിച്ചോ? ഇല്ല, ഞാൻ ആ തൊഴുത്തൊന്ന് കഴുകിയിട്ട് വരാം. അവർ അടുക്കളപ്പുറത്ത് കിടന്ന ചെരുപ്പെടുത്തിട്ടുകൊണ്ട് പറഞ്ഞു. കല്ലു, വാ കഴിക്കാം. ഏട്ടൻ കഴിച്ചോ? ഞാൻ അമ്മയുടെ ഒപ്പം ഇരുന്നോളാം. എന്നെ ആരും കാക്കണ്ട. വയറ് വശനാലെടുത്ത് കഴിച്ചോണം. ശോഭ ഉറക്കെ പറഞ്ഞു. എടുത്തോണ്ട് വാ പെണ്ണേ, നിന്നിട്ട് താളം ചവിട്ടാതെ. അവൻ ദേഷ്യപ്പെട്ടു. പിന്നീട് അവളും ഊണ് കഴിക്കാനായി അവൻ്റെ ഒപ്പം പോയിരുന്നു. കണ്ണൻ ഒരു ഉരുള ഉരുട്ടി
അവളുടെ നേർക്ക് നീട്ടി. അവൻ അത് ചെയ്തപ്പോൾ കല്ലു വേണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. വായ തുറക്കടി കാന്താരി, അവൻ പതിയെ പറഞ്ഞു. കല്ലു പെട്ടെന്ന് 4 പാട് നോക്കിയിട്ട് വായ തുറന്നു. കല്ലുവാണോ തൊഴുത്ത് വൃത്തിയാക്കിയത്? ശോഭ അവരുടെ അടുത്തേക്ക് വന്നു. അതെ അമ്മേ, അവൾ മെല്ലെ പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശോഭയ്ക്ക് മറുപടിയൊന്നും കൊടുക്കാതെ കല്ലു ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്നു. ഇരുന്ന് കളം വരയ്ക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കുവേണേ, കണ്ണൻ പതിയെ പറഞ്ഞു. കണ്ണൻ അല്പസമയം അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചു. ഓരോ നാട്ടുവർത്തമാനമാണ്. അച്ഛൻ ഇത്രയും നാളും ജോലി ചെയ്ത് നടന്നതുകൊണ്ട് ഇപ്പോൾ അച്ഛന് ഈ മുറി തന്നെയുള്ള കിടപ്പ് ബുദ്ധിമുട്ടാണെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ അച്ഛനോട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചു കഴിഞ്ഞ് ശോഭയും മുറിയിലേക്ക് വന്നു. ഓ, മടുത്തു, ഇത്തിരി സമയം കിടക്കട്ടെ. അവർ വന്ന് തറയിലൊരു തോർത്ത് വിരിച്ചു കിടന്നു. കണ്ണൻ എഴുന്നേറ്റ് വെളിയിലേക്കും പോയി. നേരം 2 മണിയായി. വൈകുന്നേരമാണ് ബാപ്പു ചെല്ലാൻ വിളിച്ചത്. ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് കണ്ണൻ്റെ കണക്ക് കൂട്ടൽ. കല്ലുവിനെ കൂട്ടി ബീച്ചിലൊന്ന് പോകണം. കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും പുറത്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കണ്ണൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്ലു ജനാലയുടെ അരികിൽ നിന്ന് അവളുടെ തലമുടിയിലെ കെട്ട് പിടിപ്പിക്കുകയാണ്. മുടി ഇരുവശത്തു നിന്നും പകുത്തെടുത്ത് മുൻവശത്തേക്ക് ഇട്ടിരിക്കുകയാണ്. കണ്ണൻ പതിയെ വാതിലടച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. പിറകിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ തൻ്റെ മീശ കൊണ്ടൊന്ന് കുത്തി. യോ കണ്ണേട്ടാ, എന്താ ഇത്? അവൾ കുതറിമാറാൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അവനവളെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി. എൻ്റെ വയറ് വേദനിക്കുന്ന കണ്ണേട്ടാ, വിട്. അവൾ വാക്കുകൾക്കായി പരതി. അതെന്താ, എന്തു പറ്റി? എൻ്റെ കുട്ടന് പെട്ടെന്നൊരു വയർവേദന. അവൻ പതിയെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും ബലത്തിൽ പിടിക്കാതെ, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. അവൾ വിക്കി വിക്കി പറഞ്ഞു. നീ എന്തിനാ ബലം പിടിക്കുന്നത്? അതുകൊണ്ടല്ലേ? അവനും അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൻ്റെ കൈയൊന്ന് അയഞ്ഞതും കല്ലു വേഗം തിരിഞ്ഞു നിന്നു. അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് കല്ലു നിൽക്കുന്നത്. അവൻ്റെ കരവലയത്തിൽ. അവൾക്ക് അവനെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കണ്ണൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. മേൽചുണ്ടിന് മുകളിൽ പറ്റിച്ചേർന്ന വിയർപ്പ് കണങ്ങൾ അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ടൊപ്പി. കണ്ണൻ തൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അല്പം കൂടി അടുപ്പിച്ചു. കല്ലുവിന് ശ്വാസഗതി ഏറി വന്നു. അവളുടെ അതിരം നുകരാനായി കണ്ണൻ അടുത്തേക്ക് വന്നതും കല്ലു അവനെ തള്ളി മാറ്റി. പിന്നോട്ട് ആഞ്ഞു പോയ കണ്ണൻ ഭിത്തിയിൽ തട്ടി നിന്നു. എന്തു പറ്റി? എനിക്കെന്തോ പേടി പോലെ കണ്ണേട്ടാ. എന്തിന്? അറിയില്ല. കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒലക്ക, ഒരൊറ്റ അടി വെച്ച് തിരിഞ്ഞാൽ കേട്ടോ, മനുഷ്യൻ്റെ മൂട് കളയാനായിട്ട്. അവൻ ദേഷ്യത്തിൽ കയ്യോങ്ങിയതും കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി തുടങ്ങിക്കോ, ഇതിൻ്റെ കുറവ് കൂടിയുള്ളൂ. അവൻ ദേഷ്യപ്പെട്ട് കട്ടിലിൽ പോയി കിടന്നു. കല്ലു ഒന്നും മിണ്ടാതെ കസേരയിലും ഇരുന്നു. കണ്ണനും അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. അവൻ വെറുതെ ഫോണിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ട് കിടക്കുകയാണ്, കണ്ണുകൾ അടച്ച്. കല്ലുവിനാണെങ്കിൽ ശരിക്കും സങ്കടം വന്നു. അവൾ കുറച്ചു സമയം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് പോയിരുന്നു. കണ്ണേട്ട. അവളുടെ ശബ്ദം കേട്ടെങ്കിലും അവൻ കണ്ണ് തുറന്നില്ല. കണ്ണേട്ട പിണങ്ങിയോ? അവൾ അവൻ്റെ കയ്യിൽ മെല്ലെ തൊട്ടു. അവൻ പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റി. പേടിയുള്ളവരാരും എൻ്റെ അടുത്തേക്ക് വരണ്ട, പോയി അപ്പുറത്തെങ്ങാനും കിടന്നു, അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഏങ്ങലടിയൊച്ച ഉയർന്നു. കണ്ണിന് അവൻ്റെ നെഞ്ചകം വിങ്ങും പോലെ. പക്ഷേ അവൻ ഒന്നും മിണ്ടാതെ തന്നെ കിടന്നു. ഏതുവരെ പോണോന്നറിയണമല്ലോ. അവനും ചിന്തിച്ചു. കണ്ണേട്ടാ, എന്നോടിങ്ങനൊന്നും പറയില്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കണ്ണേട്ടൻ എന്നോട്. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കണ്ണൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിൽ കിടന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കാൽക്കീഴിൽ മുട്ടുകുത്തിയിരുന്നു. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കണ്ണേട്ട. അവൾ അവൻ്റെ കാലിൽ 2 കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു. കണ്ണൻ ചാടി എഴുന്നേറ്റു. ഡി എഴുന്നേക്കടി. അവൻ്റെ ശബ്ദം കേട്ടതും കല്ലുവിന് പേടി തോന്നി. നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? അവൻ അച്ഛനും അമ്മയും കേൾക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു. കല്ലു പതിയെ എഴുന്നേറ്റു. അപ്പോഴും കണ്ണുനീർമഴ പെയ്യുകയാണ്. ഇവിടെ ഇരിക്കടി.
അവൻ തൻ്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടി. നിന്നോട് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? അവൻ ഒന്നുകൂടി പറഞ്ഞതും കല്ലു വേഗം ഇരുന്നു. കണ്ണൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തിനാടി കാന്താരി നീ ഇങ്ങനെ കരയുന്നത്? ബാക്കിയുള്ളവനെ കൂടി സങ്കടപ്പെടുത്താനാണോ? ഞാനതിന് നിന്നോട് എന്തെങ്കിലും ചെയ്തോ? നിനക്ക് ഇത്രയ്ക്ക് പേടിക്കാൻ? അവൻ കല്ലുവിൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വേണ്ട, എന്നെ തൊടണ്ട. അവൾ കണ്ണൻ്റെ കൈ തട്ടി മാറ്റി. അതെന്താ തൊട്ടാൽ? അവൻ അല്പം ഗൗരവത്തിൽ തന്നെ കല്ലുവിനോട് ചോദിച്ചു. വേണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നെ തൊടണ്ട. കല്ലു മിഴികൾ തുടച്ചുകൊണ്ട് കണ്ണനോട് പറഞ്ഞു. നിന്നെ തൊടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഭർത്താവായ ഞാനാണ്. എനിക്കിഷ്ടമുള്ളപ്പോൾ നിന്നെ തൊടുവോ കെട്ടിപ്പിടിക്കുവോ ഉമ്മ വയ്ക്കുവോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതിന് എനിക്ക് നിന്റെ സമ്മതം പോലും വേണ്ട. അവൻ കല്ലുവിൻ്റെ കാതിലെ ജിമ്മിക്ക് കമ്മൽ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് ആട്ടിക്കൊണ്ട് അവളോടായി പറഞ്ഞു. പിന്നെ എൻ്റെ സമ്മതമില്ലാണ്ട് എന്നെ ആരും തൊടണ്ട. എനിക്കതിഷ്ടവുമല്ല. അവളും വിട്ടുകൊടുത്തില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ദേ, ഇതാണ് നീ എനിക്ക് സ്വന്തമായി എന്നുള്ളതിനുള്ള അടയാളം. അവൻ കല്ലുവിൻ്റെ ടോപ്പിനുള്ളിൽ നിന്നും താലിമാല എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ കല്ലു ഒന്ന് കോരിത്തരിച്ചു പോയി. ഛേ, ഇതെന്താ കണ്ണേട്ടായി കാണിക്കുന്നത്? അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചതും കണ്ണൻ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് അവളുടെ മേലെ കൈകുത്തി നിന്നു. കല്ലുവാണെങ്കിൽ പേടിച്ചിട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. അത് കണ്ടതും അവന് ചിരി വന്നു. അവൻ്റെ അനക്കമില്ലെന്ന് കണ്ടതും കല്ലു പതിയെ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുവാണ്. ദേ, അരമണിക്കൂറിനുള്ളിൽ റെഡി ആവാൻ നോക്കും. നമുക്ക് പുറത്തേക്ക് പോകാനാണ്, അവൻ പറഞ്ഞു. അത് പിന്നെ കണ്ണേട്ടാ. എന്താ നിന്റെ പേടി മാറിയില്ലേ? അതല്ല. ഏതല്ല? നീ പറഞ്ഞതുപോലെ നിന്റെ സമ്മതം ഇല്ലാണ്ട് നിന്നെ ഇനി കണ്ണൻ ഒന്ന് തൊടുക പോലുമില്ല, കേട്ടല്ലോ? ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞിട്ട് കണ്ണൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കല്ലൂനാണെങ്കിൽ ശോഭ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയാണ്. പക്ഷെ കണ്ണേട്ടൻ താൻ അങ്ങനെ പറഞ്ഞത് ഏട്ടന് വിഷമായും തോന്നുന്നു. ശോ, വേണ്ടിയിരുന്നില്ല, പാവം. കല്ലു, ഇത്തിരി കട്ടനെടുക്ക്, കണ്ണൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. എല്ലാവർക്കും കട്ടൻ കാപ്പി എടുത്തു. അമ്മ അപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. കണ്ണനാണെങ്കിൽ ബാപ്പുട്ടിയുടെ വീട്ടിൽ പോകുന്ന കാര്യം അവനോട് പറഞ്ഞു. വേഗം പോയിട്ട് വാ, മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട്. അവർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കണ്ണനെ നോക്കി. ശരിയാ, പടിഞ്ഞാറാണ് മഴക്കോള്, ചിലപ്പോൾ പെയ്തേക്കും. അവനും അഭിപ്രായപ്പെട്ടു. കല്ലു ഇളമഞ്ഞ നിറമുള്ള ഒരു ചുരിദാറാണ് എടുത്തിട്ടത്. അല്പം പൗഡർ പൂശി, ചെറിയ പൊട്ടും കുത്തി, മോതിര വിരൽ കൊണ്ട് ഇത്തിരി കരിയെടുത്ത് കണ്ണിലെഴുതി. സീമന്തരേഖയിൽ ഒരു നുള്ളു സിന്ദൂരം കൂടി തൊട്ടു. അവൾ കണ്ണാടിയെ നോക്കി ഒന്ന് ചിരിച്ചു. കണ്ണൻ കയറി വന്നപ്പോൾ കല്ലു ലേശം ഒതുങ്ങി നിന്നു. നീ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിക്കോ. ഇനി അബദ്ധത്തിൽ വല്ലോ തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ പിന്നെ എന്നെ പേടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കണ്ട. അയ്യോ, കണ്ണേട്ടനെ പേടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ജാതകദോഷം കാരണം ഏട്ടൻ എന്തെങ്കിലും പറ്റിയാലോ? അപ്പോഴാണ് കണ്ണനത് മനസ്സിലായത്. അവൻ കരുതിയത് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പേടിച്ചുവെന്നാണ്. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു. ആ, ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങോട്ടൊന്ന് മാറിയാ എനിക്കിടാനുള്ള ഷർട്ട് എടുക്കായിരുന്നു. കല്ലു വേഗം മാറി നിന്നു. അവൻ അലമാര തുറന്ന് ഒരു ഷർട്ട് എടുത്തു. അതിനോട് ചേർന്ന കരയുളമുണ്ട്. കല്ലു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. വാ, മഴയ്ക്ക് മുന്നേ പോകണം. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അച്ഛനോട് പോയി രണ്ടാളും പോകുന്ന കാര്യം പറഞ്ഞു. പോയിട്ട് വാ മക്കളെ. വേഗം വരാം അച്ഛാ. രണ്ടാളും കൂടെ ബൈക്കിൽ കയറി. കല്ലു അമ്മയോടും യാത്ര പറഞ്ഞുവെങ്കിലും അവർ ഒന്നിരുത്തി മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കണ്ണൻ്റെ തോളിൽ അവൾ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. എന്തോ വലിയ ആലോചനയിലാണ് ആളെന്ന് കണ്ണിന് തോന്നി. ഇതെന്താ, ഇത്രയും ദൂരെയാണോ അവരുടെ വീട്? യാത്ര കുറേ പിന്നിട്ടപ്പോൾ കല്ലു ചോദിച്ചു. അവൻ്റെ വീട്ടിലേക്ക് രാത്രി ചെന്നാൽ മതി. നമുക്കിപ്പോൾ ആലപ്പുഴ ബീച്ചിലൊന്ന് പോകാം. അയ്യോ, ഇപ്പോഴോ? അതിനൊരുപാട് സമയമെടുക്കും, മഴയും വരുന്നുണ്ട്. കല്ലു ഒച്ച വെച്ചു. മഴയൊന്നും പെയ്യില്ല പെണ്ണേ. അല്ല കണ്ണേട്ടാ, ഇത് നോക്കിക്കേ, ആകെ മൂടിക്കെട്ടിയ ആകാശം.
അവ പറഞ്ഞപ്പോൾ കണ്ണിന് ശ്രദ്ധിച്ചു. മഴ പെയ്യും തോന്നുന്നു. എൻ്റെ കണ്ണേട്ടാ, ഇനി എങ്ങോട്ടും പോകണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. കണ്ണൻ വണ്ടി നിർത്തി. ഏട്ടാ, മഴ പെയ്യും, ഉറപ്പാണ്. അവൾ അത് തന്നെ ആവർത്തിച്ചു. അവനും തോന്നി, പക്ഷെ ബാപ്പൂട്ടിയുടെ വീട്ടിൽ ഒരു 7 മണിയായിട്ട് ചെന്നാൽ മതി. ഇതിപ്പോൾ 4 മണിയേ ഉള്ളൂ. അപ്പോഴാണ് അവൻ രാജൻ്റെ പെങ്ങളുടെ കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സുനന്ദപ്പച്ചിയുടെ വീട് വരെ പോയിട്ട് വരാം. അവൻ വണ്ടി തിരിച്ചു. കല്ലു മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ടാണ് ബാപ്പുവിൻ്റെ വീട്ടിലും പോയത്. അവൻ്റെ ഉമ്മയും ഭാര്യയുമൊക്കെ കല്ലുവിനോട് വളരെ സ്നേഹമായിരുന്നു. ബാപ്പുവിൻ്റെ ഇളയ കുട്ടിയെടുത്ത് കണ്ണൻ അതിലൂടെയൊക്കെ നടന്നു. കുഞ്ഞാപ്പൂനും അവനെ കണ്ടപ്പോൾ വളരെ സന്തോഷം. കണ്ണൻ കൊടുത്ത ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് അവൻ കണ്ണനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ? വായിച്ചിട്ട് 2 വാക്ക് എഴുതണേ.